ഹലോ ഗായ്സ്, ഞങ്ങൾക്ക് നാട്ടിൽ നിന്നൊരു പാഴ്സൽ വന്നിട്ടുണ്ട്. എവിടുന്നുമല്ല, നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ അയച്ചു തന്നാണ് കേട്ടോ. കിട്ടിയപ്പോൾ തന്നെ ഞങ്ങൾ പെട്ടി പൊട്ടിക്കാൻ തുടങ്ങി. ആദ്യം തന്നെ കിട്ടിയത് ചിപ്സാണ്. ഇത് പൊട്ടറ്റോ ചിപ്സ് ആയിരുന്നു കേട്ടോ. രണ്ടാമതൊരു ചിപ്സ് ഉണ്ട്. ഇത് നമ്മുടെ സാധാ കപ്പ വറുത്ത തന്നെ. അടുത്തത് കാവറുത്തായിരുന്നു കേട്ടോ. ഓണം സ്പെഷ്യൽ ഐറ്റമാണ്. ബാക്കി എല്ലാ സാധനങ്ങളും ഞങ്ങൾ പുറത്തേക്ക് എടുത്ത് വെച്ച് തുറന്ന് നോക്കട്ടെ. ഇത് സ്പെഷ്യൽ ഉണ്ണിയപ്പാണ്, തൃശ്ശൂർ സ്പെഷ്യലാണ്. ഞങ്ങളുടെ ഫ്രണ്ട് കൊണ്ട് തന്നതാണ്. നല്ല ടേസ്റ്റായിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നേ. ഇത് ഹോം മെയ്ഡ് ചിപ്സാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാണ്. കൂടെ ശർക്കര വരട്ടിയുണ്ട്. ഇതൊരു സ്പെഷ്യൽ ഐറ്റമാണ്, ബീഫ് അച്ചാറാണ് കേട്ടോ. പിന്നെ ഈ തുറക്കുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റമാണ്, തൃശ്ശൂർ സ്പെഷ്യൽ പുളിയിഞ്ചിയാണ്. ഞങ്ങളുടെ ഫ്രണ്ട് തന്നാണ് കേട്ടോ. ഇനി നമ്മുടെ മെയിൻ ഐറ്റം തുറന്ന് നോക്കാം. ഇത് ബീഫ് അച്ചാറാണ്. ഇത് കണ്ടപ്പോൾ തന്നെ കൊതി വന്നിട്ട് മേലായിരുന്നു കേട്ടോ. എത്രയും പെട്ടെന്ന് ഒരു പീസ് കഴിച്ച് നോക്കണം തന്നെയായിരുന്നു. അപ്പോൾ ഒരു പീസ് ഞാനിങ്ങനെ എടുത്ത് കഴിച്ച് നോക്കി. അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് ചമ്മന്തിപ്പൊടിയും അടിപൊളിയാണ്. ഇതെല്ലാം ഹോം മെയ്ഡ് ഐറ്റംസ് തന്നെയാണ്. എന്തായാലും പെട്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയുള്ള പരിപാടിയിലേക്ക് കിടക്കാം അല്ലേ. ചോറിൻ്റെ കൂടെ തന്നെ ഇതെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം പുളിയിഞ്ചിയാണ് ഇടുന്നത്. ഒരു സൈഡിലേക്ക് പുളിയിഞ്ചി ഇട്ടിട്ടുണ്ട്. അടുത്ത് നമുക്ക് ചമ്മന്തിപ്പൊടി എടുക്കാം. ചമ്മന്തിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനിയുള്ള ബീഫ് അച്ചാറാണ്. ബീഫ് അച്ചാറും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്ലേറ്റ് കംപ്ലീറ്റ് ആവും. ബീഫ് അച്ചാറിൽ നിന്ന് 1-2 നല്ല പീസും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നോക്കി ഒരു സ്പൂൺ എടുത്തിട്ട് നമ്മൾ പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല മണവും അടിക്കുന്നുണ്ട്. പെട്ടെന്ന് കഴിച്ചാൽ മതി എന്നായി. നമ്മുടെ പ്ലേറ്റിൽ എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. അങ്ങനെ നമ്മുടെ നാട്ടിലെ പുളിയിഞ്ചിയും ചമ്മന്തിപ്പൊടിയും ബീഫ് അച്ചാറും കൂട്ടി ഒരു ഉരുള ചോറങ്ങ് കഴിച്ച് നോക്കി. എൻ്റെ മോനെ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു. നമ്മുടെ വീട്ടിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്നൊരു ഫീലാണ് ഞങ്ങൾക്ക് കിട്ടിയത് കേട്ടോ. അതുപോലെ ടേസ്റ്റായിരുന്നു എല്ലാ കറികളും. അങ്ങനെ സാധനങ്ങളെല്ലാം കിട്ടിയ കാര്യം വീട്ടിലേക്കും വിളിച്ചു പറഞ്ഞു. അവിടെയും സന്തോഷം, ഇവിടെയും സന്തോഷം. അപ്പോൾ ബൈ.